ബഹുമാന്യരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്നെ നമസ്കാരം. ശ്രീരാമന്റെ ജീവിത പാഠങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഭാരതത്തിന്റെ മഹത്തായ ഇതിഹാസമായ രാമായണം വെറുമൊരു കഥയല്ല, മറിച്ച് എങ്ങനെ ഒരു മനുഷ്യൻ നന്നായി ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ്. രാമായണത്തിലെ നായകനായ ശ്രീരാമൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. മഹർഷി വാൽമീകി ശ്രീരാമനെ വിശേഷിപ്പിക്കുന്നത് 16 ഗുണങ്ങളുള്ള മഹത് വ്യക്തിയായിട്ടാണ്. ഇന്നും ആ ഗുണങ്ങൾ ഓരോ മനുഷ്യന് മാതൃകയാകേണ്ടവയാണ്. ശ്രീരാമൻ ഗുണവാനായിരുന്നു എന്നും എല്ലാവരോടും വിനയത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. ശ്രീരാമൻ ധൈര്യവാനായിരുന്നു, ധൈര്യത്തോടെ അനീതിക്കെതിരെ പോരാടി. ശ്രീരാമൻ ധർമ്മജ്ഞനായിരുന്നു, ഏത് സാഹചര്യത്തിലും ധർമ്മത്തിൻ്റെ വഴികളിൽ ഉറച്ചു നിന്നു. ശ്രീരാമൻ കൃതജ്ഞനായിരുന്നു, തന്നെ സഹായിച്ചവരെ ഒരിക്കലും മറന്നില്ല. സുഗ്രീവന്റെയും ഹനുമാന്റെയും സഹായങ്ങൾ ശ്രീരാമൻ എന്നും വിലമതിച്ചു. ശ്രീരാമൻ സത്യവാക്യനായിരുന്നു, എപ്പോഴും സത്യം മാത്രമാണ് പറഞ്ഞിരുന്നത്. ശ്രീരാമൻ ദൃഢവ്രതനായിരുന്നു. തൻ്റെ പിതാവിൻ്റെ വാക്കു പാലിക്കാൻ ശ്രീരാമൻ 14 വർഷത്തെ വനവാസം സ്വീകരിച്ചു. ശ്രീരാമൻ സദാചാര സമ്പന്നനായിരുന്നു, എന്നും നല്ല പ്രവൃത്തിയോടുകൂടിയും മറ്റുള്ളവർക്കൊരു മാതൃകയായി. ശ്രീരാമൻ സർവഭൂതഹിതനായിരുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും എന്നും നന്മ ആഗ്രഹിച്ചു. ശ്രീരാമൻ വിദ്വാനായിരുന്നു, ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് അറിവ് ജീവിതത്തിലൂടെ പ്രയോഗിച്ചു. സമർത്ഥനായതിനാൽ ഏതു പ്രശ്നത്തെയും ബുദ്ധിപൂർവം പരിഹരിച്ചു. ശ്രീരാമൻ ഏകപ്രിയ ദർശനനായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ എല്ലാവർക്കും സ്നേഹവും ആദരവും തോന്നിയിരുന്നു. ശ്രീരാമൻ ആത്മവാനായിരുന്നു, വികാരങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചു. ജിതക്രോധനായതിനാൽ കോപത്തെ ഒരിക്കലും തൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രീരാമൻ അനുവദിച്ചിരുന്നില്ല. ശ്രീരാമൻ യുധിമാനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും തേജസ്സും എല്ലാവരെയും ആകർഷിച്ചു. ശ്രീരാമൻ അനസൂയകനായിരുന്നു, ഒരിക്കലും ഒരാളുടെ നല്ല ഗുണങ്ങളിൽ ശ്രീരാമൻ അസൂയപ്പെട്ടില്ല. ശ്രീരാമൻ പരാക്രമശാലിയായിരുന്നു, രാവണനെ തോൽപ്പിച്ച് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിജയം ലോകത്തിന് കാണിച്ചു കൊടുത്തു. കുട്ടികളായ നമുക്കും ശ്രീരാമനിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കാം. സത്യം പറയുക, ധർമ്മത്തിൻ്റെ വഴിയിൽ ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, എപ്പോഴും വാക്കു പാലിക്കുക എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടവയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ജയ് ശ്രീരാം.